നമ്മുടെ സാമൂഹ്യമായ ചില മൂല്യച്യുതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതായത് സാംസ്കാരികമായിട്ട് ചിന്തിക്കുകയോ ഉയർന്ന് ചിന്തിക്കാനോ അതനുസരിച്ച് പെരുമാറാനും യുവജനങ്ങൾ അഭ്യസിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ അപകടം. ഇത് സ്നേഹിക്കാനുള്ള അവകാശം പോലെ സ്നേഹം വിട്ടുപോകാനുള്ള അവകാശവും നമ്മൾ കൊടുക്കണമല്ലോ. സ്വാതന്ത്ര്യം, സ്നേഹിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, സ്നേഹം വിട്ടുപോകാനും ആ സ്വാതന്ത്ര്യം അനുവദിച്ച് സ്നേഹിക്കണം എന്നുള്ളതാണല്ലോ അതിന്റെ എല്ലാ സ്നേഹബന്ധങ്ങളുടെയും തത്വം അതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സ്നേഹിച്ചാൽ എനിക്ക് സ്വന്തമാകണം, എനിക്ക് സ്വന്തമായില്ലെങ്കിൽ ആർക്കും വേണ്ട, എനിക്കും വേണ്ട, ആർക്കും വേണ്ട എന്ന് പറയുന്ന ഒരു പുതിയ സിദ്ധാന്തം നമ്മുടെ ഇടയിൽ ഈ പ്രണയബന്ധമായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ കൂടിക്കൂടി വരുന്നത്. പണ്ടും ഇതൊക്കെ ഉണ്ട്, എണ്ണത്തിൽ കുറവായിരിക്കും, പക്ഷെ എന്നാൽ തന്നെയും അന്നൊന്നും ഇതേമാതിരി കൊല്ലാനും തിന്നാനും ഒന്നും ആരും പോകാറില്ല. അപ്പൊ അത് വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യം, സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്നേഹം ഒഴിവാക്കി അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് പോകാനുള്ള സ്വാതന്ത്ര്യവും സ്നേഹിതയ്ക്ക് കൊടുക്കണമല്ലോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൺകുട്ടികളെ നിഗ്രഹിക്കുന്ന കൊല്ലുന്ന ഏർപ്പാടുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് അത് ഇപ്പം 1 വേ ട്രാഫിക് അല്ലെങ്കിൽ 2 വേ ട്രാഫിക്കായി മാറി. പക്ഷെ എന്തായാലും ഇതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോ പ്രണയപ്പക എന്നൊക്കെ പറഞ്ഞ പുതിയ വ്യാഖ്യാനമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് പ്രണയപ്പകയൊന്നും, പ്രണയം നടത്തുന്നതിന് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ആ വ്യക്തിയെ ഒരിക്കലും ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതല്ല, ഇതൊക്കെ വേറെ എന്ന് പറഞ്ഞത് ഒരു ആഗ്രഹം തോന്നി ആ ഇൻഫാക്ച്വേഷൻ, അതിന്റെ സ്നേഹിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേമിക്കുന്നതിന് മാത്രമായിട്ടാണ്. അത് പ്രേമം വേണം, പ്രേമത്തിന് അയാളുടേതായ പൂർണ്ണമായിട്ട് ഈ വ്യക്തി ഇയാൾക്ക് അടിമപ്പെടണം എന്ന് വിചാരിച്ചിരിക്കുന്ന, അയാൾ പറയുന്നത് മാത്രമേ, അയാൾ വിചാരിക്കുന്ന കാര്യം മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ മറ്റേ വ്യക്തിക്ക് യാതൊരു വിലയില്ല. അവരുടെ മനുഷ്യാവകാശം തന്നെ, പൗരാവകാശം തന്നെ നിഷേധിക്കുന്ന രീതിയിലുള്ളതാണ് ഇപ്പോഴത്തെ പ്രണയ കഥകളൊക്കെ. അപ്പൊ ഇത് ഈ ഒരു അഡൽട്ട്ഹുഡ് തുടങ്ങുന്ന അവസരത്തിൽ ശരിയായ രീതിയിൽ ഇതിനെ സംബന്ധിച്ച് ഒരു അവബോധം ഉണ്ടാക്കുകയും, പ്രേമിക്കുന്നതിന് മുമ്പ് തന്നെ ഇവര്, നമ്മളിപ്പോ ഓരോന്ന് പറയുന്നില്ല, അതിന് ആ സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇത് പ്രേമിച്ചാൽ ഇത് വിട്ടുപോകാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള രീതിയിൽ ആയിരിക്കണം രണ്ടാമതും തുടങ്ങേണ്ടതും. അത് തുടർന്നു പോയാൽ നല്ലത്. അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നില രണ്ടു കൂട്ടർക്കും ഉണ്ടാവണം. അതില്ല. അത് പ്രണയം എന്ന് പറയുന്നത്, അത് പ്രണയ നൈരാശ്യം വരുമ്പോൾ അത് പകയാവും, അത് പ്രതികാരമായും മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ മാനസികമായിട്ടുള്ള ഒരു ഉൾക്കരുത്തുണ്ടാകുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബോധം എല്ലാ വ്യക്തികളിലും ജനിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് വേണ്ടത്. ഈ സമയത്ത് കൂടുതൽ യുവജനങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായത്തിനാണ്. അവരെ സംബന്ധിച്ച് അവരെ നേരായ വഴിക്ക് നടക്കാനുള്ള ശരിയായ ഉപദേശ നിർദ്ദേശങ്ങളോ കൗൺസിലിങ്ങോ പ്രശ്നമുള്ള ആളുകളെ കണ്ടുപിടിച്ച് പരിഹാരം കാണാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ യുവജന സമ്പ്രദായങ്ങളിലൊന്നുമില്ല. ഇതിനൊക്കെ കമ്മീഷനുകളുണ്ട്, മറ്റേതുണ്ടെന്നൊക്കെ പറയുന്നതല്ലാണ്ട് ഇതൊന്നും ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ഘടകം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.